തൃക്കാക്കരയിൽ യുവാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതികൾക്ക് ഗുണ്ടകളുമായി ബന്ധം. പിടിയിലായവർ മറ്റു കേസുകളിലും പ്രതികളാണെന്ന് പോലീസ് പറയുന്നു. പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ്. കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ചാണ് മൂന്നംഗ സംഘം യുവാക്കളെ മർദ്ദിച്ചത്. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, ഈ പെരുമ്പാവൂരിലെ ഏതോ അനസോ അങ്ങനെ എന്തോ ഒരു ഗുണ്ടയുമായി അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ സ്ഥിരീകരണമായോ? നേരത്തെ ഈ റീൽസിൽ കളിച്ചിരുന്ന ഗുണ്ടകൾ, കഴിഞ്ഞ കുറച്ചു കാലമായി റീൽസിൽ കളിച്ച ഗുണ്ടകൾ ഇപ്പോൾ റിയലായി വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹർഷൻ, ഇന്നലത്തെ ആ മർദ്ദനം അത് സഹിക്കാൻ കഴിയാത്ത മർദ്ദനമാണ് ആ ചെറുപ്പക്കാർക്ക്. നിറഞ്ഞു നിന്നിരുന്ന പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഗുണ്ട അയാൾ നാട് വിട്ടിരിക്കുകയാണ്. അയാൾ വിദേശത്ത് എവിടെയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അയാളുടെ കൂട്ടാളികളായിട്ടുള്ള കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുകുടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി, ഈ മൂന്ന് പേരും ചേർന്നായിരുന്നു ആ മൂന്നുപേരെയും മറ്റു മൂന്നുപേരെയും ക്രൂരമായി മർദ്ദിച്ചു. എന്തായാലും മൂന്ന് ആക്രമണമേറ്റ മൂന്നുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതിനിടയിലാണ് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് കൂടുതലായി പുറത്തുവിടുന്നത്. അതിൽ ഈ പ്രതികൾ എല്ലാവരും തന്നെ മറ്റ് കേസുകളിൽ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളുടെ എല്ലാവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇവര് ഒളിവിലേക്ക് പോയിരിക്കുകയാണ്. ഇവര് പെരുമ്പാവൂര് വെച്ച് തന്നെയാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ ഈ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങി വന്ന രണ്ട് ചെറുപ്പക്കാരെയാണ് ഈ ഗുണ്ടകൾ ആക്രമിച്ചത്. ആ ഗുണ്ടകൾ ഒരു റീൽസ് ഗുണ്ടയുടെ ശിഷ്യന്മാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വിവരം.